ഏതോ ന്യൂസ് ചാനൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുൻ മന്ത്രി ഗണേഷ് കുമാർ സാറ് ഇതേ ഈ കാണുന്ന നമ്മുടെ കേരളത്തിന്റെ സ്വന്തം സ്ലീപ്പർ ബസ് ഓടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത വീഡിയോ ഞാൻ കണ്ടതായിട്ട് ഓർക്കണു. അന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒന്ന് കയറണമെന്ന്. അങ്ങനെ അതങ്ങ് സാധിപ്പിച്ചു. ചെന്നൈയിൽ നിന്ന് നേരെ തൃശ്ശൂരിക്ക് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ലീപ്പർ ബസ്സിലും ഉണ്ടാവുന്ന പോലത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പേഴ്സണലി കുറച്ചും കൂടി ഹൈജീനിക് ആയിട്ട് തോന്നി. ബുക്ക് ചെയ്യാൻ സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പ്രൈവറ്റ് AC സ്ലീപ്പർ ബസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും അഫോർഡബിൾ ആയത് നമ്മുടെ KSRTC ബസ് തന്നെയായിരുന്നു. അഫോർഡബിൾ ആണെന്ന് വിചാരിച്ചിട്ട് ഹൈജീനിക്കിന്റെ കാര്യത്തിലും ഒന്നിന്റെ കാര്യത്തിലും അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല കേട്ടോ. ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഹൈജീനിക് ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എന്റെ ഭർത്താവ് ഒരു ഡൈഹാർഡ് KSRTC ഫാനാണ്. അതുകൊണ്ട് തന്നെ മൂപ്പര് ഫുൾ ടൈം ആ ഡ്രൈവർ ചേട്ടന്റെ അടുത്ത് പോയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് റോട്ടിക്ക് നോക്കി ഒറ്റ ഇരിപ്പായിരുന്നു. കാര്യം അന്വേഷിച്ചപ്പോ അവിടെ ഇരുന്ന് റോഡ് കാണാൻ നല്ല രസമാണ് എന്നായിരുന്നു മറുപടി. അത് സത്യാട്ടോ. ഇന്നിപ്പോ രാത്രി ഉറങ്ങല്ലേ, ഒരു ദിവസം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര രസമാണ്. ഇടയ്ക്ക് സേലത്തൊന്ന് വാഷ്റൂമിൽ പോകാനും ചെറിയൊരു ചായ കുടിക്കാനൊക്കെ ആയിട്ട് നിർത്തി. അതിന്റെ ശേഷം വേറെ ഡ്രൈവർ ചേട്ടൻ ഡ്യൂട്ടി മാറിയിട്ടോ. അവര് രണ്ടുപേരും ഡ്യൂട്ടി മാറി ഓടിച്ചാലും എന്റെ ഭർത്താവിന്റെ ഡ്യൂട്ടി മാറിയിട്ടില്ല കേട്ടോ. പെട്ടിപ്പുറത്ത് തന്നെയാണ് ഇപ്പോഴും. കൂട്ടത്തിന് കിളീനും വളരെ നല്ലൊരു ജേർണി ആയിരുന്നു. ഞാനും കിളിയും ഭയങ്കര കംഫർട്ടായിട്ട് ഉറങ്ങി. ഏട്ടൻ്റെ ഇഷ്ടം പോലെ നാട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഡ്രൈവർ ചേട്ടന്മാരെ കൂടെ കമ്പനി അടിച്ച് പെട്ടിപ്പുറത്തും ഇരുന്നു. എന്താ ടൈമിങ്, കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളെ തൃശ്ശൂർ ഇറക്കി തന്നു. എന്തായാലും നമ്മുടെ സ്വന്തം KSRTC സ്ലീപ്പർ ബസ് പൊളിയാണ്. ഞങ്ങട്ടേലും പോവാനുണ്ടെങ്കിലും വരാനുണ്ടെങ്കിലും ഒക്കെ ഒന്ന് ബുക്ക് ചെയ്തോളൂ ട്ടാ.